ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടർ, ഒരു അടിപൊളി സ്റ്റാർട്ടർ ട്രൈ ചെയ്യാം. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിനേക്കാളും മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ, ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ റെഡ് കളർ നിങ്ങൾക്കൊരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാർട്ടർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 500 ഗ്രാം, അതായത് 1/2 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ബോൺലെസ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാരിനേഷനുള്ള കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ചേർക്കണം. അപ്പോൾ ആദ്യം തന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒരേ അളവിലെടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, സാദാ മുളക് പൊടി. എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തോളൂ. പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിക്കൻ ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. ഇനി ഇത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചേക്കാം. 15 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണേ. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുഴിയുള്ളൊരു പാൻ വയ്ക്കുക. ഒരു 2.5 അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഇതൊരു നാടൻ വിഭവം അല്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർക്കാത്തത്. അപ്പോൾ വേറെ ഏതെങ്കിലും ഓയിൽ, ഇപ്പോൾ ഒലിവ് ഓയിൽ ചേർക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലൊക്കെ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റും. പക്ഷേ വെളിച്ചെണ്ണ ചേർക്കില്ല. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ ചിക്കൻ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇപ്പം നിങ്ങൾക്ക് സൗകര്യമില്ല, ആ പാനിനകത്ത് ഫുള്ള് ചിക്കൻ ഇടാൻ സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്തോളൂ. ഒരു മീഡിയം തീയിൽ വയ്ക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ്റെ ഒരു സൈഡ്, ആ താഴെയുള്ള സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരും. അന്നേരത്തേക്ക് നമുക്കെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരും. അപ്പോൾ അന്നേരം നമുക്ക് ഒരു ചിക്കൻ്റെ പീസ് എടുത്തൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എല്ലാ ഭാഗവും അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് കോരി മാറ്റാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഓയിൽ ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ വേണ്ട, നമ്മളിനി ബട്ടറിലാണ് ചെയ്യണത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ വേറൊരു പാൻ എടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു പാൻ ഓയിൽ മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. ഇപ്പോൾ കടായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു വലിയ പച്ചമുളക്, നീളത്തിലുള്ള ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. പച്ചമുളക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം കേട്ടോ, എരിവനുസരിച്ചിട്ട്. പിന്നെ ആഡ് ചെയ്യണത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം സ്പ്രിംഗ് ഓണിയനാണ്. സ്പ്രിംഗ് ഓണിയനൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ സോയാ സോസാണ് ചേർക്കണം കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 2.5 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയെടുക്കുക. നല്ല കട്ടയില്ലാതെ കലക്കിയെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കുറച്ച് സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം, ആ കോൺഫ്ലവറിൻ്റെ ഒരു പച്ചമണം മാറി വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ ചിക്കനിൽ ആ സോസും ആ ഗാർലിക്കിൻ്റെ ഒക്കെ ഒന്ന് ഫ്ലേവർ നന്നായിട്ട് പിടിക്കട്ടെ. നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ചിക്കൻ ഓൾറെഡി കുക്ക്ഡാണ്. ജസ്റ്റ് ഇതുമായിട്ടൊന്ന് പെരണ്ട് വന്നാൽ മാത്രം മതി. അപ്പോൾ ഒരുപാട് നേരം ഇനി കുക്ക് ചെയ്യണമെന്നില്ല. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് 1 ടേബിൾ സ്പൂൺ കൂടിയിട്ട് സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രീൻ കളറിലൊക്കെ ഇരിക്കും, നമുക്ക് ലാസ്റ്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേരുവയും കൂടി നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാനുണ്ട്. അത് നാരങ്ങാ നീരാണ്. നാരങ്ങാ നീരും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇതിന് കറക്റ്റ് നല്ലൊരു ഫ്ലേവർ കിട്ടുക, ആ ഒരു പുളിപ്പൊക്കെ കിട്ടുക അന്നേരമാണ്. ഞാനിവിടെ 3 വലിയ ടേബിൾ സ്പൂൺ നാരങ്ങാ നീരാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അത് നിങ്ങൾ ആദ്യം 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം 3ാമത്തെ ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി. കാരണം ചിലർക്ക് അത്രയും ഒരു ഫ്ലേവർ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് 2-3 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുമാത്രമല്ല, ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക എല്ലാവരും. പിന്നെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് പേജിലും ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെ ID നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുക എല്ലാവരും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.